ജിൽസി സൈഫു മലാപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. ഇപ്പോൾ നേരത്തെ അല്പം മന്ദഗതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. രാവിലെ ഒരു 7 മണിയോടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് അല്പം മന്ദഗതിയിലേക്ക് മാറുകയും ഇപ്പോൾ വീണ്ടും ആളുകൾ എത്തിത്തുടങ്ങുകയുമാണ്. എന്തായാലും കോഴിക്കോട് ഇപ്പോൾ 9 മണിക്ക് വന്ന അറിയിപ്പ് അനുസരിച്ച് 9.14% ഈ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അത് 13.23% ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വോട്ടർമാരൊക്കെ തന്നെ ഈ വോട്ട് ചെയ്യാനുള്ള നീക്കത്തിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. രാവിലെ ഈ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ തന്നെ രാവിലെ ഒരു 7 മണിയോടെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നീട് ഒരു 9 മണിയോടെ ആളുകൾ കുറഞ്ഞു വരികയും പിന്നീട് ഇപ്പോൾ ഈ വീണ്ടും ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. എന്തായാലും ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് നേരത്തെ ഈ PM മുഹമ്മദ് റിയാസ് കൂടാതെ MK മുനീർ, സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ വോട്ട് ചെയ്തിരുന്നു. എല്ലാവരും ഈ മുന്നണികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഇത്രയും കൊല്ലമായി കോഴിക്കോട് കോർപ്പറേഷൻ LDFന്റെ ഒരു കുത്തക തന്നെയായിരുന്നു. 45 വർഷമായി LDFന്റെ കയ്യിലുള്ള ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. എന്തായാലും അത് ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നുള്ളൊരു തരത്തിലുള്ള ഈ പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്നാൽ PM മുഹമ്മദ് റിയാസ് പറഞ്ഞതനുസരിച്ച് വികസനവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ജനങ്ങൾക്കിടയിലേക്ക് ചർച്ചയാവുന്നത്. ആവശ്യമില്ലാത്ത ചർച്ചകളൊന്നും തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ഈ ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇത്തവണയും ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ടാക്കുകയും അല്ലെങ്കിൽ ഈ LDFന് കൂടുതൽ സീറ്റുകൾ കോഴിക്കോട് കോർപ്പറേഷനിലും പഞ്ചായത്ത് തലങ്ങളിലും അടക്കം കൂടുതൽ സീറ്റുകൾ നേടാൻ അത് സഹായിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു. എന്തായാലും ഈ വോട്ടർമാർ നമ്മളോട് എന്താണ്, എങ്ങനെയുണ്ട്? രാവിലെ മുതൽ തന്നെ തിരക്കുണ്ടല്ലേ? അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ സ്ഥിരമായി ഈ ബൂത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് രാവിലെ തിരക്കുള്ള അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കാണോ ഉണ്ടാവാറ്? ഉച്ച കഴിഞ്ഞാൽ തിരക്ക് കൂടുക. ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തിരിച്ചു വരുന്നത്. എങ്ങനെയാണ് വർഷങ്ങളായി ഇവിടെ വോട്ട് ചെയ്യുന്ന ആളാണ്? അതെ. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയൊക്കെയാണ് കോഴിക്കോട്? എങ്ങനെയാ ഒന്നും പറയാൻ പറ്റിയല്ല. വളരെ ടൈറ്റ് മത്സരമാണ്. ടൈറ്റാണ്. എല്ലാ തവണത്തെയും പോലെ അല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ജെൻസി വോട്ടർമാരുടെ അടുത്തേക്ക് പോകും. എങ്ങനെയുണ്ട്? എന്റെ ഫസ്റ്റ് വോട്ടാണ്, കഞ്ഞി വോട്ടാണ്. അതെ അതെ. അപ്പൊ അത് എന്തായിരിക്കും? വികസനമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയാണ്, രാഷ്ട്രീയം നോക്കിയാണ് എങ്ങനെയാണ് വോട്ട്? വികസനം നോക്കിട്ട് തന്നെ ആയിരിക്കണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ കാണാറുണ്ടോ? ഏകദേശം.